വോട്ടെടുപ്പ് കഴിഞ്ഞതോടെ രാജകുമാരി ഖജനാപ്പാറയിൽ സംഘർഷം. കോൺഗ്രസ് രാജകുമാരി മണ്ഡലം പ്രസിഡന്റിന് മർദ്ദനമേറ്റു. സംഭവത്തിൽ 3 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് റോയി ചാത്തനാട്ടിനാണ് ഇന്നലെ വൈകിട്ട് മർദ്ദനമേറ്റത്. വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി KM രഞ്ജിത്ത് ചേരുന്നുണ്ട്. രഞ്ജിത്ത്, എന്താണ് സംഘർഷത്തിലേക്ക് നയിക്കാനുള്ള കാരണം? വിശദാംശങ്ങൾ. ഷിബിൻ, ഇന്നലെ വൈകിട്ട് ഏകദേശം 7 മണിയോടടുത്ത് വോട്ടെടുപ്പ് പൂർത്തിയായതിനു ശേഷമായിരുന്നു ഇത്തരത്തിൽ ഖജനാപ്പാറയിൽ ഒരു സംഘർഷം നടക്കുന്നത്. ഖജനാപ്പാറ ഗവൺമെന്റ് UP സ്കൂളിലെ പോളിംഗ് ബൂത്തിന് സമീപമായിരുന്നു കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് റോയി കെ ചാത്തനാട്ടിന് മർദ്ദനമേറ്റത്. സംഭവത്തിൽ ഇന്നലെ തന്നെ സംഭവ സ്ഥലത്തു നിന്ന് തന്നെ 3 പേരെ രാജാക്കാട് പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. കഴിഞ്ഞ ദിവസം കൊട്ടിക്കലാശത്തിനോടനുബന്ധിച്ച് രാജകുമാരിയിൽ നടന്ന കൊട്ടിക്കലാശത്തിൽ ഇടതുപക്ഷത്തിന്റെ പ്രകടന പത്രിക പരസ്യമായി UDF കത്തിച്ചിരുന്നു. ഈ പ്രകടന പത്രിക കത്തിച്ചത് രാജകുമാരി മണ്ഡലം പ്രസിഡന്റ് റോയി ചാത്തനാട്ടായിരുന്നു. ഈ സംഭവം ഓർമ്മപ്പെടുത്തി ഇടതുപക്ഷത്തിന്റെ പ്രകടന പത്രിക കത്തിച്ചു എന്ന് ആരോപിച്ചുകൊണ്ടായിരുന്നു ഇത്തരത്തിൽ ഒരു മർദ്ദനം ഉണ്ടായത്. മർദ്ദിച്ച പ്രതികളെ ഇന്നലെ തന്നെ കൈയോടെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. കൂടുതൽ ഇവർക്കെതിരെ വകുപ്പുകൾ ചുമത്തി ഇവരെ അറസ്റ്റ് രേഖപ്പെടുത്തിയെന്നാണ് നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരങ്ങൾ. എന്നാൽ ഇന്ന് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വേറെ പ്രതിഷേധങ്ങളോ മറ്റ് സംഘർഷങ്ങളോ ഒന്നും പ്രദേശത്തില്ല. എന്തായാലും പോലീസ് ശക്തമായ നിരീക്ഷണവും കരുതലിലുമാണ് എന്നാണ് നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരങ്ങൾ. ഷിബിൻ. രഞ്ജിത്ത്, ജില്ലാ കോൺഗ്രസ് അധ്യക്ഷൻ അടക്കമുള്ളവർ അവിടെ എത്തിയതായി ഇപ്പോൾ ദൃശ്യത്തിൽ വ്യക്തമാകുന്നു. റോയിയുടെ നില പരിക്ക് ഗുരുതരമാണോ? ഷിബിൻ, ഇന്നലെ ഈ സംഘർഷം നടന്ന ആ നിമിഷം തന്നെ റോയി ചാത്തനാട്ട് രാജാക്കാട്ടിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു. ഈ ആശുപത്രിയിലാണ് DCC പ്രസിഡന്റ് CP മാത്യു ഉൾപ്പെടെയുള്ള മുതിർന്ന കോൺഗ്രസ് അതുപോലെ തന്നെ UDF നേതാക്കൾ ആശുപത്രിയിലെത്തി റോയി ചാത്തനാട്ടിനെ സന്ദർശിച്ചിരുന്നു. അതിശക്തമായ പ്രതിഷേധമായാണ് DCC ഉൾപ്പെടെ ഈ സംഭവത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയത്. എന്നിരുന്നാലും CPM ഇതേക്കുറിച്ച് ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. കാരണം CPMന്റെ ഔദ്യോഗിക സ്ഥാനത്തുള്ള ആരും തന്നെ പ്രതിപട്ടികയിലോ അല്ലെങ്കിൽ ഈ സംഭവവുമായി ബന്ധമില്ല എന്നുള്ള നിലപാടിലാണ് CPM. എന്നിരുന്നാൽ കൂടിയും ഈ സംഭവത്തെ കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ, അതായത് കൂടുതൽ പ്രതികരണങ്ങൾ ഇരു പാർട്ടികളുടെയും, അതായത് പ്രത്യേകിച്ച് ഇടതുപക്ഷത്തിന്റെയോ CPMന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ഷിബിൻ. ശരി രഞ്ജിത്ത്, വിവരങ്ങൾ വ്യക്തമാകുന്നു. വോട്ടെടുപ്പിന് പിന്നാലെയാണ് രാജകുമാരി ഖജനാപ്പാറയിൽ സംഘർഷം ഉടലെടുത്തത്. കോൺഗ്രസ് രാജകുമാരി മണ്ഡലം പ്രസിഡന്റിന് മർദ്ദനമേറ്റിരിക്കുന്നു. സംഭവത്തിൽ 3 പേരെ പോലീസ് അറസ്റ്റും ചെയ്തിട്ടുണ്ട്. മണ്ഡലം പ്രസിഡന്റ് റോയി ചാത്തനാട്ടിനാണ് ഇന്നലെ വൈകിട്ട് മർദ്ദനമേറ്റത്.